അവള് വന്നോ ചെറിയച്ച? ഇതുവരെ വന്നില്ല. ഞാനും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. ആ വസുവിനെ വെറുതെ വിടാൻ പാടില്ല ചെറിയച്ച. അവളെ ജയിലിലേക്ക് അയക്കണം, ആ സെക്യൂരിറ്റിയും കൂടെ ചേർത്ത്. ഉറപ്പായും ആനന്ദ്. അവർ രണ്ടുപേരും നിന്നെ അപമാനിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വെറും ഒരു സെക്യൂരിറ്റി അവൻ. എന്നെ അവൻ അടിച്ചിരിക്കുക. ആ വസു എനിക്ക് വാർണിംഗ് തന്നിരിക്കുന്നു. ഞാൻ ആരാ എന്ന് അവർക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കണം. നിന്നെപ്പറ്റി അവർ മനസ്സിലാക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. അതുകൂടാതെ ചേച്ചിയും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കാം. നമ്മളെക്കാളും മുൻപേ ഇറങ്ങിയ വസുവേട്ടത്തി ഇതുവരെ എത്താത്തത് എന്താ ആന്റി? വരും നോക്കിക്കോ. അവള് വന്നിട്ടുണ്ട് ചെറിയച്ച. വാ. കാർത്തിക മാഡം, ബസു മാഡം വരുന്നു. ഇന്ന് അവരുടെ അവസാന ദിവസാ. അതെ, ഇവിടുന്ന് നേരെ ജയിലിലേക്കായിരിക്കും. ഇനി അങ്ങോട്ട് ടോർച്ചറിങ്ങേ ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ് മാഡം. നിങ്ങൾ മാത്രമേ വന്നുള്ളൂ. നിങ്ങളുടെ ഭർത്താവ് എവിടെ? ഞങ്ങൾ ചോദിക്കുന്ന കേട്ടില്ലേ? ആ സെക്യൂരിറ്റി എവിടെയാ? ആനന്ദ്, ശബ്ദം കുറച്ച് സംസാരിച്ചാൽ മതി. പണത്തിന്റെ കാര്യം എന്തായി വസു? ആര് ചെയ്തു അറിയില്ല മാഡം. അപ്പോ ആ ചെക്കും പണവും തിരിച്ചു കിട്ടില്ലെന്ന് അർത്ഥം അല്ലേ? കെയർലെസ് ആയിട്ട് ഓഫീസിലെ പണം നഷ്ടപ്പെടുത്തിയതിന് കമ്പനി റൂൾസ് പ്രകാരം നിങ്ങൾ റിസൈൻ ചെയ്യണം. ധൃതി വേണ്ട ആനന്ദ്. കമ്പനി റൂൾസിനെ പറ്റി ആനന്ദിനേക്കാൾ ചേച്ചിക്കല്ലേ കൂടുതൽ അറിയുന്നത്? കമ്പനിയുടെ പണം നഷ്ടപ്പെടുത്തിയാൽ വസുന്ധരയുടെ സീറ്റിൽ ഞാനിരുന്നാലും റിസൈൻ ചെയ്യണം. 15 ലക്ഷം വളരെ ചെറിയ കാര്യമാണ് ചന്ദ്ര. വസു വളരെ ബുദ്ധിമതിയാണ്. ഇവൾ മൂലം നമുക്ക് പ്രസ്റ്റീജിയസ് ഇവന്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ് 15 ലക്ഷം വേണ്ടാന്ന് വെക്കാനോ? ഇവർക്ക് ഇത്രയും വലിയ ഉത്തരവാദിത്തം കൊടുത്തു തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. ഇവരെ വിശ്വസിച്ച് അമ്മ ഇവരുടെ കയ്യിൽ പണം കൊടുത്തു. ഇപ്പൊ 15 ലക്ഷം നഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ ഇത് വിട്ടുകളഞ്ഞാ നാളെ ലക്ഷങ്ങളായിരിക്കില്ല, കോടികളായിരിക്കും. അതെ ചേച്ചി, ഇപ്പോൾ ഈ വസുന്ധരയ്ക്ക് വിട്ടുവീഴ്ച ചെയ്താൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നത് പോലെയാവും. കമ്പനിയെ മൊത്തമായി കൊള്ളയടിക്കും. നമ്മൾ നടുറോട്ടിൽ നിൽക്കേണ്ടി വരും. ഞാൻ റിസൈൻ ചെയ്യാം മാഡം. വസു, മോഷ്ടിച്ചു എന്നുള്ള പേര് ദോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട മാഡം. അത് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്യാം. അപ്പൊ പണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും? മോഷ്ടിച്ച പണത്തെ പറ്റി എന്താ പറയാൻ പോകുന്നേ? കംപ്ലൈന്റ് കൊടുത്ത് അറസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്ത തെറ്റിന് റിസൈൻ ചെയ്തിട്ട് മാത്രം കാര്യമൊന്നുമില്ല. ജയിൽ ശിക്ഷ കൂടെ കിട്ടണം. പോലീസിന് ഫോൺ ചെയ്ത് ചെറിയച്ച. വേണ്ട ചന്ദ്ര, കേസും അറസ്റ്റും ഒന്നും വേണ്ട ഇവിടെ. അപ്പോ ഇവരെ വെറുതെ വിടണമെന്നാണോ? വസു മോഷ്ടിച്ചിട്ടില്ല ആനന്ദ്. അവളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയി, അതാണ്. അത് സത്യമെന്ന് എങ്ങനെയാ നമ്മൾ വിശ്വസിക്കുന്നേ? ഇവർ തന്നെ തട്ടിയെടുത്തിട്ട് കള്ളം പറയുന്നു എന്തോ? അബിയും വസുവും എങ്ങനെയുള്ളവരെന്ന് എനിക്ക് നന്നായി അറിയാം. അറിയുന്നവരാണമ്മ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. ഈ വസുന്ധരയും ആ സെക്യൂരിറ്റിയും കൂടെ നമ്മുടെ വിശ്വാസം ഉപയോഗിച്ച് നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ ജയിലിൽ വേണം ഇരിക്കാൻ. മാഡം, നഷ്ടപ്പെട്ട 15 ലക്ഷം രൂപ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കാം. ദയവ് ചെയ്ത് ഞങ്ങളെ കുറ്റക്കാരാക്കരുത്. എപ്പോഴാ മാഡം പണം തരാൻ പോകുന്നേ? മാസാമാസം കുറേശ്ശെ തരുമോ? മാസാമാസം ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ചോദിക്കണോ?
നമ്മളെന്തിനാ ചെറിയ അങ്ങനെയൊക്കെ നോക്കുന്നേ? ഇപ്പൊ തന്നെ പണം തരാൻ പറ, ഇല്ലെങ്കിൽ അവര് ജയിലിലേക്ക് പോട്ടെ. അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞില്ലേ ആനന്ദ്? അവൾ റിസൈൻ ചെയ്യാമെന്ന് സമ്മതിച്ചില്ലേ? പണം തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? റിവെഞ്ച്. പ്രതികാരം ചെയ്യണം. നോക്കൂ വസു, കമ്പനിയുടെ റൂൾ അനുസരിച്ച് നീ റിസൈൻ ചെയ്തേ മതിയാകൂ. നീയും നിന്റെ ഹസ്ബൻഡും റിസൈൻ ചെയ്തേ പറ്റൂ. ഈ കാര്യത്തിൽ എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. ഞാൻ മാഡത്തിൽ നിന്നും ഒരു സഹായവും പ്രതീക്ഷിക്കുന്നില്ല. മാഡം എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, എനിക്കത് മാത്രം മതി. എന്റെ ഭർത്താവ് ഓഫീസിൽ വന്ന ഉടനെ ഞങ്ങൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്യാം. കഴിയുന്നതിലും വേഗം നിങ്ങളുടെ പണം തിരിച്ചു തരും. എവിടെയാ മേഡം നിങ്ങളുടെ ഭർത്താവ്? ഇനിയും വന്നില്ലയോ? അയാൾ എന്തിനാ വരുന്നത് ചെറിയ? മോഷ്ടിച്ച കാശും കൊണ്ട് എവിടെയാ പോയി അടിച്ചു പൊളിക്കായിരിക്കും. നിങ്ങളുടെ ഭർത്താവ് വരില്ല. നിങ്ങളുടെ റെസിഗ്നേഷൻ ലെറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. സൈൻ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് പുറത്തു വയ്ക്കോ. One minute, Vasundhara madam. എന്താ സെക്യൂരിറ്റി സാറേ, ഇന്ന് വളരെ നേരത്തെയാണല്ലോ. എങ്ങനെയും റിസൈൻ ചെയ്തല്ലേ പറ്റൂ. ഏത് സമയത്തും വന്നാൽ എന്തെന്ന് വിചാരിച്ചു കാണും. ഞാനും റിസൈൻ ചെയ്യാൻ പോകുന്നില്ല, വസുന്ധര മാഡം റിസൈൻ ചെയ്യാൻ പോകുന്നില്ല. അതിന്റെ കാരണം കള്ളനെ കിട്ടിക്കഴിഞ്ഞു. സോറി വസുന്ധര മാഡം, കള്ളനെ പിടിക്കാൻ പോയതുകൊണ്ട്
മാഡത്തിന് ഫോൺ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മാഡത്തിന് ടെൻഷൻ ഉണ്ടാക്കി. എന്താ അഭി, രാവിലെ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞതല്ലേ? പാവം ഉറങ്ങിക്കിടന്ന ചെറിയച്ഛനെ ഞാൻ വിളിച്ചോണ്ട് വന്നത്. സോറി ഫോർ ദ ട്രബിൾ. സാർ, എനിക്ക് ചെറിയൊരു ഫേവർ ചെയ്യണം. പറഞ്ഞോളൂ. ആ CCTV ഫുട്ടേജ് ഒന്നും കൂടെ കാണണം. ഓൾറെഡി നീ കണ്ടതല്ലേ അഭി? എവിടെ എന്തോ മിസ്സാവുന്നുണ്ട് ശേഖർ. ഒന്നുകൂടെ കണ്ടാൽ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സർ, പ്ലീസ്. ഇത് ബാങ്കിന്റെ വർക്കിംഗ് ടൈം അല്ല കേട്ടോ. മുൻകൂട്ടി ഫോൺ ചെയ്ത് ബാക്ക് ഡോർ തുറക്കാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് തുറന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. സർ, നിങ്ങൾ ടൈം ഞാൻ വേസ്റ്റ് ആക്കില്ല. ജസ്റ്റ് 5 to 10 minutes. ഒറ്റ തവണ ഒന്ന് പ്ലേ ചെയ്യൂ സാർ, പ്ലീസ്. ഓക്കെ. താങ്ക് യു സാർ. കുറച്ച് റൈറ്റിലേക്ക്. അങ്ങനെ തന്നെ. അവിടെ ഒന്ന് സൂം ചെയ്യും. എത്ര തവണ കണ്ടാലും അതേ വീഡിയോ തന്നെയല്ലേ അഭി? പർട്ടിക്കുലറായി അതിൽ എന്താ കാണാനുള്ളത്? യെസ്, ഫ്രീസ്. യെസ്. വീഡിയോയിൽ എന്തെങ്കിലും ക്ലൂ കിട്ടി കാണും ചെറിയച്ഛ. സർ, ഇനി ഒരു ചെറിയ ഫേവറോട് ചെയ്യൂ. ഈ ഫോണിലേക്ക് ആ ഫൂട്ടേജ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരാമോ പ്ലീസ്? ഒരു സഹായം കൂടെ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട് സാർ. ഓക്കെ. താങ്ക് യു ശേഖർ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം സാർ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചെക്ക് മോഷ്ടിച്ച് ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്ത കള്ളനെ കിട്ടിക്കഴിഞ്ഞു മാഡം. അവൻ വേറെ ആരുമല്ല, നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ആള് തന്നെയാണ്. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. മാഡത്തിന്റെ കൂടെ, ഞങ്ങളുടെ കൂടെ, എല്ലാവരുടെ കൂടെ വിശ്വസ്തയോടെ പെരുമാറുന്ന ആൾ തന്നെ. അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ ആൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാഡം പോലും ഞെട്ടിപ്പോവും. ആ കള്ളൻ ആരാണെന്ന് തക്കാണ് മാഡം. പിന്നിൽ ഞാനാണെന്ന് കണ്ടുപിടിച്ചാൽ എന്റെ കാര്യം പോക്ക. അയ്യോ, എന്റെ രാജ കള്ളനാണെന്ന് അറിഞ്ഞിരിക്കുന്നു. എന്റെ പേരും വിളിച്ചു പറയൂ. ആരാ അമ്മയാ കള്ളൻ? രമേശ്. ഞാൻ എന്തിനാ മാഡം മോഷ്ടിക്കുന്നേ? എത്രയോ വർഷമായിട്ടാ ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നേ. ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഡം.
പിന്നെ ഞാൻ എങ്ങനെ മോഷ്ടിക്കുന്ന മാഡം? നീയാണ് ചെയ്തത് രമേശ്. എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. മെനഞ്ഞന്ന് നീ ബാങ്കിലേക്ക് പോയി, ചെക്ക് വിഡ്രോ ചെയ്ത് നീ പണവും എടുത്തു. CCTV ഫുട്ടേജിൽ ഇത് റെക്കോർഡും ആയിട്ടുണ്ട്. ഫേസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല, എന്നാൽ ഇയാള് രമേശ് തന്നെയാ. മുഖം കാണാത്തപ്പോ രമേശ് ആണെന്ന് എങ്ങനെ ഉറപ്പിക്കും നിങ്ങള്? ഇന്നലെ സെയിം ബാഗോട് കൂടി രമേശ് ഓഫീസിൽ വന്നിരുന്നു. എന്റെ ദേഹത്ത് തട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ ബാഗ് ശ്രദ്ധിച്ചതാണ്. സോറി കേട്ടോ. എന്താ പറയുന്നത് അഭിരാം? അന്ന് മോതിരത്തിന്റെ കാര്യത്തിലും ഇത് തന്നെ പറഞ്ഞു. ഒരു ബാഗ് പോലെ വേറൊരു ബാഗ് ഉണ്ടാവില്ലേ? ആ അതെ, ഒരു ബാഗ് കണ്ടിട്ട് ഞാനാ അത് ചെയ്തതെന്ന് എങ്ങനെയാ പറയുന്നേ? ബാഗ് മാത്രമല്ല തെളിവായിട്ടുള്ളത് രമേശ്, നിന്റെ കയ്യൊപ്പ് ഒരു തെളിവ് തന്നെ. ഇതാ നോക്ക് മേഡം, ഇത് എല്ലാ ദിവസവും രമേശ് ഇടുന്ന കയ്യൊപ്പാണ്. ഇത് അയാൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തപ്പോൾ ഇട്ട കയ്യൊപ്പ്. രണ്ടും തമ്മിൽ നല്ല സാമ്യമുണ്ട്. ഓഫീസിലെ രജിസ്റ്ററിലെ സൈനും ബാങ്ക് സ്ലിപ്പിലെ സൈനും ഒരുപോലെയാണ് രമേശ്. മര്യാദയ്ക്ക് സത്യം പറ, ആ ചെക്ക് മോഷ്ടിച്ചത് നീ തന്നെയല്ലേ? ഞാനല്ല മാഡം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് തന്നെ കൊല്ലും. ഈ കാരണം ഞാനും എന്റെ ഭർത്താവും ശിക്ഷ അനുഭവിക്കുക, അപമാനിക്കുകയും ചെയ്തു. പറയൂ, പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം മാഡം. ഇവൻ ഭയം കൊണ്ട് എന്റെ പേര് പറയൂ. മാഡം എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മാഡം. കാശിനോട് ആർത്തി തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം. ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാ മാഡം. എഴുന്നേക്ക്, ആദ്യം എഴുന്നേക്കാൻ. ഇത്രയും വലിയൊരു മോഷണം ഇവൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവന്റെ പിന്നിൽ ആരോ നിന്നുകൊണ്ട് ഇതൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിച്ചതാ മാഡം. നിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ആരാ? ആ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് പറയും. നീ സത്യം ഇവിടെ പറയുന്നുണ്ടോ അതോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നോ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ഇവൻ എന്റെ പേര് വിളിച്ചു പറയും. ഞാൻ പറയാം മാഡം. വിശ്വാസവഞ്ചക, എന്ത് കാര്യമാണ് നീ ചെയ്ത്? നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചൂടെ? അതിന് മോഷ്ടിക്കണോ? വസുന്ധര മേഡത്തെയും അഭിരാമിനെയും അപമാനിച്ചില്ലേ നീ? നിന്റെ കാലിൽ വേണമെങ്കിൽ ഞാൻ വീഴാടെ. എന്റെ പേര് മാത്രം പറയല്ലേ. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എന്നെ ഒന്ന് രക്ഷിക്കടാ. ആ പണം നീ എവിടെയാ വെച്ചിരിക്കുന്നേ? പറയടാ, ആ പണം നീ എന്ത് ചെയ്തു? ഞാൻ ഓഫീസിൽ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ട് സർ. സ്റ്റോർ റൂമിലാണ് വെച്ചിരിക്കുന്നത്. സാർ പോയ ബാഗ് എടുത്തോളൂ. ശരി സാർ. പണം ഉണ്ടോ നോക്കാൻ. ഉണ്ട് സാർ. ഇനി എന്റെ കൺമുമ്പിൽ വരരുത്. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുക. പുറത്തു പോടാ. നിൽക്കവിടെ. ഇവന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയണം.
ഇവനെ മോഷ്ടാവാക്കിയത് ആരാണെന്ന് എനിക്ക് അറിയണം. പറയൂ രമേശ്, പറയാൻ. എനിക്ക് പിന്നിൽ ആരും ഇല്ല മാഡം. ഞാനിത് സ്വന്തം ഇഷ്ടത്തിന് ചെയ്ത കാര്യമാണ്.